നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. സ്നേഹം ഹൃദയത്തിൽ നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും വീണ്ടും ഹാർദവമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ആഴത്തിൽ തിരിച്ചറിയാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ, ഭൗതികവും ആധ്യാത്മികവും, രണ്ടിനും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എങ്ങനെ ജീവിക്കണം എന്നും ഈ പ്രാക്ടീസിലൂടെ നമ്മൾ ക്രമേണ തിരിച്ചറിയും. തിയറിറ്റിക്കൽ അറിവ് തീർച്ചയായിട്ടും നല്ലതാണ്, പക്ഷെ അവിടെ മാത്രം നിൽക്കരുത്. പ്രാക്ടിക്കലായിട്ടാണ് നമ്മൾ ഉയരേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള മാറ്റങ്ങൾ. എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന വ്യക്തികൾ, നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന വ്യക്തികൾ, കൃതജ്ഞതാ ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന വ്യക്തികൾ, എല്ലാം എനിക്ക് ലഭിക്കുന്നു എന്ന തിരിച്ചറിവോട് കൂടിയിട്ട് അവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, അവിശ്വാസത്തിൽ നിന്ന് വളരുന്ന ധൈര്യം, ആത്മധൈര്യം, കറേജ്, അതെപ്പോഴും തൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുള്ള വ്യക്തികൾ, അങ്ങനെ ഉള്ള വ്യക്തികൾ പ്രാർത്ഥനാഭാവത്തിലേക്ക് എത്തിച്ചേരും. ഇവിടെ യാചനയുടെ പ്രശ്നമില്ല. ഞാൻ എന്നാൽ പറ്റുന്ന രീതിയിൽ മാക്സിമമായിട്ട് കാര്യങ്ങൾ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള ആ ഒരു ധൈര്യത്തോടു കൂടിയിട്ട് വിധാതാവിനെ, നമ്മുടെ അച്ഛനെ കാണാൻ പോകുന്ന ഒരു മകനെ പോലെ. അപ്പൊ അച്ഛൻ പറയും, എനിക്കിത് തന്നെയായിരുന്നു പ്രതീക്ഷ നിന്നിൽ നിന്ന്. അപ്പൊ ഈ ഒരു തരത്തിലുള്ള ഒരു ചേഞ്ച് നമ്മുടെ ഉള്ളിൽ വരുന്നത് പ്രാക്ടീസിലൂടെ, സ്പിരിച്വൽ പ്രാക്ടീസിലൂടെയാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി സമർപ്പിക്കുന്ന കാര്യങ്ങൾ ആ പിതാവ് തീർച്ചയായും സ്വീകരിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ മേഖലയിൽ സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചിട്ട്, എല്ലാവരുടെയും നന്മയ്ക്കായി പ്രവർത്തിച്ചിട്ട്,
നിസ്വാർത്ഥമായി പ്രവർത്തിച്ചിട്ട്, സ്നേഹത്തോടുകൂടെ പ്രവർത്തിച്ചിട്ട് പോരായ്മകൾ ഉണ്ടാകും. നമുക്ക് പോരായ്മകൾ തോന്നുന്നുണ്ടാവാം, തീർച്ചയായിട്ടും. ഈ പോരായ്മകൾ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. ലോകത്തിന്റെ നിയമങ്ങൾ അങ്ങനെയാണ്. എല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, ലോകത്തെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അവിടെയും പ്രാർത്ഥന. ലാലാജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, ആരിലെങ്കിലും എന്തെങ്കിലും പോരായ്മ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ റിലീഫിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാണ്. കാരണം എനിക്ക് അങ്ങനെ തോന്നുന്നു. അത് എന്റെ കുറവായിരിക്കാം. സർവശക്തനായ അദ്ദേഹത്തിന് ഒരു പോരായ്മയില്ല. ഈ സൃഷ്ടിയിൽ ഒന്നും മോശമായിട്ടില്ല, അവിടെ എല്ലാം കറക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. പക്ഷെ എൻ്റെ ഈ ലെവലിൽ എനിക്കത് മനസ്സിലാവുന്നില്ല. അങ്ങ് തന്നെ എൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ന്യൂനതയെ മാറ്റി തരണം. എനിക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കണം, കുറച്ചുകൂടി നല്ല ഇൻസ്ട്രുമെന്റ് ആയി മാറണം. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മളുടെ പ്രാർത്ഥന സെൽഫ്ലെസ് ആവും. ലോക സമസ്ത സുഖിനോ ഭവന്തു ഒരു പ്രാർത്ഥനയാണ്. ലോകത്തിന് മുഴുവനായിട്ട് നന്മയ്ക്കായി പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് ശരിക്കുള്ള പ്രാർത്ഥന. ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒട്ടും ശ്രമിക്കാതെ പ്രാർത്ഥിക്കുമ്പോൾ അതിനെ പ്രാർത്ഥന എന്ന് പറയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും അത് സംഭവിക്കാം, പക്ഷെ അത് നമ്മുടെ ശരിയായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കുട്ടി വാശി പിടിക്കുകയാണ്, എനിക്ക് മൊബൈൽ വേണം അല്ലെങ്കിൽ ബൈക്ക് വേണം എന്ന് വാശി പിടിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയും, എടാ നിനക്ക് അതിൻ്റെ പ്രായമായിട്ടില്ല, ഇല്ല എനിക്ക് വേണം, ഇല്ല ഞാൻ പഠിക്കില്ല, വാശി പിടിക്കും. അപ്പോൾ അച്ഛൻ വാങ്ങിക്കൊടുക്കും, വൃത്തികേടോട് വാങ്ങിക്കൊടുക്കും. അപ്പോൾ മകൻ അത് വിജയിച്ചു എന്ന് ചിന്തിക്കരുത്, മകൻ തോക്കുകയാണ് യഥാർത്ഥത്തിൽ. കാരണം അച്ഛൻ എന്താണോ ശരിക്കും ഉദ്ദേശിച്ചത് അത് നടപ്പാക്കാൻ അവിടെ സാധിച്ചിട്ടില്ല. അപ്പൊ കുട്ടി ശരിക്കും അവിടെ ഒരു പരാജയമാണ് ശരിക്കും അനുഭവിക്കുന്നത്. നമ്മൾ വിജയം എന്ന് പറയുന്നതൊക്കെ പലപ്പോഴും പരാജയങ്ങളാണ്. എനിക്കൊരു കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടണം, അതിനു വേണ്ടി മാത്രം മറ്റുള്ളവരെ പറ്റിയൊന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. മറ്റുള്ളവരോട് ചിലപ്പോൾ കാര്യങ്ങൾ പറയാണ്ട് വേറെ വഴികളിലൂടെ കയറി ചെന്ന് നമുക്ക് പ്രൈസ് കിട്ടിയെന്ന് വരാം. പക്ഷേ യഥാർത്ഥത്തിൽ ആന്തരികമായിട്ട് നമ്മൾ പരാജയപ്പെടുകയാണ്. കാരണം നമ്മൾ പൂർണ്ണതയിലല്ല നിൽക്കുന്നത്, സ്വാർത്ഥതയിലാണ് നിൽക്കുന്നത്. എപ്പോഴൊക്കെ നമ്മൾ സങ്കുചിതമാവുണ്ടോ, എപ്പോഴൊക്കെ നമ്മുടെ പ്രവൃത്തികൾ സങ്കുചിത മനോഭാവത്തിനാവണം, അതൊക്കെ നമ്മൾ ഫെയിലിയറാണ്. നമ്മളിവിടെ യഥാർത്ഥത്തിൽ താഴേക്ക് വീഴാണ്. അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത്, ലോകം മുഴുവൻ നേടിയവനും ആത്മാവ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നേട്ടം എന്ന് ചോദിച്ചിട്ടുള്ളത്. ഒരു കഥ കേട്ടിട്ടുണ്ട്, ഒരു സ്പെല്ലിംഗ് കോമ്പറ്റീഷൻ, കുട്ടികളുടെ സ്പെല്ലിംഗ് കോമ്പറ്റീഷൻ. അപ്പോൾ സ്പെല്ലിംഗ് പറയുക, ചോദിക്കുന്നതിന്റെ ഡിഫിക്കൽട്ട് വേർഡ്സ് സ്പെല്ലിംഗ് പറയുക. അങ്ങനെ അങ്ങനെ രണ്ട് കുട്ടികൾ ഫൈനലിലെത്തി. ഫൈനലിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയാണ്. അപ്പൊ ഈ പെൺകുട്ടിക്ക് മനസ്സിലാവാണ് മറ്റേ ആൺകുട്ടി വളരെ ദരിദ്രനാണ്, അവൻ ഇരുന്ന് കിട്ടിയ പൈസ കൊണ്ടാണ് അവന് പഠിക്കേണ്ടത്, അവൻ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. ഈ കുട്ടി അത് തിരിച്ചറിഞ്ഞിട്ട് കോമ്പറ്റീഷനിൽ പർപ്പസ്ഫുള്ളി ഒരു സ്പെല്ലിംഗ് തെറ്റിച്ചങ്ങോട്ട് പറയും. അവർക്ക് അറിയാതെ പക്ഷെ അത് തിരിച്ചു പറഞ്ഞു. എന്നിട്ട് മറ്റവന് ഫസ്റ്റ് പ്രൈസ് കിട്ടും. അപ്പൊ ഇവരുടെ പാരന്റ്സ് ഒന്ന് ചെയ്തു, നീ എന്തായി കാണിച്ചത്, നിനക്ക് കിട്ടേണ്ട പ്രൈസ് അല്ലേ. അപ്പൊ ഇവള് പറയാം, അമ്മേ അവനാണ് അതിന്റെ ആവശ്യം, ഞാൻ തോക്കുമ്പോഴും ശരിക്കും നല്ലല്ല ചെയ്യുന്നത്. അപ്പൊ തോൽവിയിൽ വിജയം. നമ്മൾ കുട്ടിയായിട്ട് കളിക്കുകയാണെന്ന് ആലോചിച്ചു, ക്യാരം ബോർഡോ ചെസ്സോ നമ്മുടെ കുട്ടിയായിട്ട് കളിക്കുമ്പോൾ നമ്മൾ ജയിക്കാനാണ് ആഗ്രഹിക്കുക അതോ തോക്കാനാണ് ആഗ്രഹിക്കുക? കുട്ടി സന്തോഷിക്കുന്നതല്ലേ നമുക്ക് സന്തോഷം, തോറ്റു കൊടുക്കല്ലേ ചെയ്യുക. യഥാർത്ഥത്തിൽ തോൽവികളിലാണ് വിജയം, അഹംബോധം ഇല്ലാതെ ആകുമ്പോഴാണ് വിജയം. എല്ലാവരും നന്മയ്ക്ക് വേണ്ടി ഉള്ള ഈ ഒരു തരത്തിലുള്ള ഒരു മനോഭാവം, അതാണ് പ്രാർത്ഥന. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും ലോകത്തിന് വേണ്ടിയിട്ട്. സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും, അത് ഒരു ലോ ലെവലിലാവും. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം, കാരണം നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് സർവശക്തനോടാണ്, ഇതാണ് അദ്ദേഹത്തിനോടല്ലേ പറയാൻ സാധിക്കും. പക്ഷെ നിസ്വാർത്ഥമാണ്. അങ്ങയുടെ ഇച്ഛ പോലെ നടക്കട്ടെ, ലെറ്റ് ദൈ വിൽ ബി ഡൺ എന്നാണ് പ്രാർത്ഥന എന്ന് മഹാത്മാഗാന്ധിജി പറയാറ്. അങ്ങയുടെ ഇച്ഛ പോലെ നടക്കട്ടെ, ശരിക്കും അങ്ങയുടെ ഇച്ഛ പോലെ തന്നെ നടക്കുന്നുള്ളൂ, ആ തിരിച്ചറിവുണ്ട്. എങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ സമർപ്പിക്കുക, ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങയുടെ ഇച്ഛ പോലെ നടക്കട്ടെ. ജീസസ് ക്രൈസ്റ്റിന്റെ പ്രാർത്ഥനയാണ്, ഈ പാനപാത്രം തിരിച്ചെടുക്കേന്, എന്നിട്ട് ഉടനെ തന്നെ പറയണം അങ്ങയുടെ ഇച്ഛ പോലെ നടക്കട്ടെ. ഈ ഒരു തിരിച്ചറിവാണ് നമ്മളുടെ ഉള്ളിൽ പ്രാർത്ഥനാഭാവമായിട്ട് മാറുന്നത്. ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഓരോ കണവും യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാണ്.
എൻ്റെ ഭാഗം തന്നെയാണ് അത് തിരിച്ചറിഞ്ഞിട്ട്. എവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ എൻ്റെ പ്രശ്നം തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും സുഖം ഇല്ലാത്ത ഒരു സമയത്ത് ഞാൻ എങ്ങനെ സുഖം അനുഭവിക്കുക? അതുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ആരെയും രോഗത്താൽ പീഡിതപ്പെട്ട് വിഷമിക്കുമ്പോൾ അവർക്ക് വേണ്ടത് ചെയ്യുക. അതിനുശേഷം നമ്മൾ എപ്പോഴും അദ്ദേഹത്തിന് സമർപ്പിക്കും. ഒരു കുട്ടിയെ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്ന പോലെ വേണം എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. നമ്മൾ പറയേണ്ട കാര്യം എന്താണ് ചെയ്യേണ്ടത് നമ്മോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, കുട്ടിയെ അമ്മയ്ക്ക് കൊടുക്കണം. അമ്മയ്ക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്, പാൽ കൊടുക്കുക, എന്താ ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ആ കാര്യത്തെ, ആ പ്രശ്നത്തെ നമ്മൾ അദ്ദേഹത്തിന് മുമ്പിൽ സമർപ്പിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ നമ്മുടെ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യുന്നു, എന്താ വേണ്ട വെച്ചാൽ അത് സംഭവിക്കും. ഇങ്ങനെയായിരിക്കും യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന. സഹജമാർഗത്തിൽ ഒരു യൂണിവേഴ്സൽ പ്രയർ ഉണ്ട്. എല്ലാ ദിവസം രാത്രിയും എല്ലാ സഹോദരീ സഹോദരന്മാരിലും യഥാർത്ഥത്തിലുള്ള ഭക്തിയും സ്നേഹവും വളരട്ടെ, ഈശ്വരനോടുള്ള യഥാർത്ഥ വിശ്വാസം ശക്തിപ്പെടട്ടെ. അത് എല്ലാ ദിവസവും 9 മണിക്ക് 9:15 വരെ യൂണിവേഴ്സൽ പ്രയർ. ഈ ലോകത്തിൽ എവിടെ ആരെങ്കിലും ജോലി നിർത്തിയിട്ട് അപ്പോൾ പ്രയർ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ബാബുജി മഹാരാജ് പറയുന്നത് ഇത് ലോകശാന്തിക്കുള്ള ഏറ്റവും എളുപ്പ വഴിയാണ്. കാരണം 24 hours പ്രയർ സൈക്കിൾ നടന്നുകൊണ്ടിരിക്കും. ഞാൻ എന്നെ പറ്റിയല്ല ചിന്തിക്കുന്നത്, എല്ലാവരെയും പറ്റിയിട്ട് ചിന്തിക്കുന്നത്. സർവ്വചരാചരങ്ങളും നിരന്തര സ്മരണയിൽ ഇരിക്കട്ടെ എന്ന് രാജി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. എല്ലാവരും ആധ്യാത്മിക പാതയിലേക്ക് ആകൃഷ്ടരാവട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നിസ്വാർത്ഥമായിട്ടുള്ള ഇന്റൻഷനോട് കൂടി നമ്മൾ നടത്തുമ്പോൾ അത് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥനയായിട്ട് മാറും. അപ്പോൾ പ്രാർത്ഥനയുടെ ഈ ഡയമെൻഷനും കൂടിയും മനസ്സിലാക്കണം. അതേക്കുറിച്ച് നമുക്ക് ഇൻട്രോസ്പെക്ട് ചെയ്യാം. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.